നമസ്കാരം. പെറ്റ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി ഏതാണ്ട് 0.5% പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 24,715-ലും അതുപോലെ സെൻസെക്സ് 80,567-ലും ബാങ്ക് നിഫ്റ്റി 54,067-ലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 0.5% പ്ലസ് ആണ് നിഫ്റ്റിയിലും സെൻസെക്സിലും ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റി ഏതാണ്ട് 0.25% പ്ലസിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.65%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1%-അടുത്തും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. മെറ്റൽ ഓഹരികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത്. 3.11%. അതുപോലെ ഫാർമ, ഹെൽത്ത് കെയർ, PSU ബാങ്ക്സ് എല്ലാം ഓരോ ശതമാനത്തിന്റെ ഗെയിനാണ് ഉണ്ടാക്കിയത്. ഇന്ന് പ്രധാനമായും നഷ്ടത്തിൽ വന്നത് മീഡിയയും IT സെക്ടറും മാത്രമായിരുന്നു നെഗറ്റീവിലുള്ളത്. മെറ്റൽ സെക്ടർ കയറാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം 2025 ചൈന അവരുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ ഏതാണ്ട് 50 ദശലക്ഷം ടണ്ണായിട്ട് കുറയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂസ്. ഇത് പൊതുവെ സ്റ്റീലിന്റെ വില ഉയരുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് അത് ഫേവറബിൾ ആയി തീരാനുള്ള ഒരു കാരണം ആണ് ഇന്ന് സ്റ്റീൽ സെക്ടറിൽ ഇത്രയും വളർച്ചയുണ്ടായത്. മറ്റൊന്ന് GST കൗൺസിലിന്റെ തീരുമാനങ്ങളാണ് ഇന്ന് മാർക്കറ്റ് പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്ന മറ്റൊരു കാര്യം. GST മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അംഗങ്ങൾക്കിടയിൽ നടന്ന ഒരു വോട്ടെടുപ്പിൽ 75% അംഗീകരിച്ചാലാണ് ഈ ശുപാർശ നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ GST സ്ലാബ് ഏതാണ്ട് 5%, 18% എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കി താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിൽ നിന്ന് പുറത്തു കടക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ റഷ്യ, ബ്രസീൽ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളൊക്കെ ആയിട്ട് ഫാർമ പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യാനുള്ള ഡീലുകളിലേക്ക് ഗവൺമെന്റ് ശ്രമിക്കുന്നു. താരിഫിന് ഏതാണ്ട് 200% അമേരിക്ക ചുമത്തും എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ മറികടക്കാനാണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഫാർമ പ്രോഡക്റ്റുകളും മറ്റുള്ള പ്രോഡക്റ്റുകൾ പോലെ കയറ്റി അയക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, റഷ്യൻ ക്രൂഡ് ഓയിൽ വീണ്ടും വില കുറച്ച് ഇന്ത്യക്ക് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതാണ്ട് 80%ഓളം ക്രൂഡ് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ജെയിനെ സ്ട്രീറ്റ് സെബിക്കെതിരെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഇത് ജെയിനെ സ്ട്രീറ്റ് കുറച്ച് നാൾ മുമ്പ് F&O സെഗ്മെന്റിൽ ഉണ്ടായ മാനിപ്പുലേഷൻ കാരണം അവർക്കെതിരെ സെബി നടപടിയെടുത്തിരുന്നു. പൊതുവെ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. US മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്നും അമിത അധികാരം ഉപയോഗിച്ചാണ് മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെ ഇതുപോലെ താരിഫ് ചുമത്തുന്നതാണ് കോടതി വിധി വന്നത്. ഇതിന് സുപ്രീം കോടതിയിൽ പോകാമെന്നാണ്, അപ്പീൽ കൊടുക്കാമെന്നാണ്. ഒക്ടോബർ 14 വരെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനു മുമ്പ് ചുമത്തിയ താരിഫൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ അത്തരത്തിലൊരു ആശങ്ക അമേരിക്കൻ എക്കോണമിക്കും ഉണ്ട്. അപ്പോൾ അതേ തുടർന്ന് അമേരിക്കൻ എക്കോണമി ഇന്നലെ മൈനസിലായിരുന്നു. ഇപ്പോഴും വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 10% പ്ലസിലാണ് ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.